ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പറയും കേക്ക് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കാർഡ്ബോർഡ് കളയണോ വേണ്ടയോ എന്ന്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ക്ലോത്ത് ആണ്. ഇനി ഇത് കാർഡ്ബോർഡിൽ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇനി ഈ ക്ലോത്ത് നമ്മൾ ഗമ്മ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിന്റെ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് മുറിച്ചു കൊടുക്കുക. മുറിച്ചു കൊടുത്തതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഒരു കാർഡ്ബോർഡ് റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുത്തിട്ട് ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി വേറൊരു ക്ലോത്തിന്റെ പീസ് എടുത്തിട്ട് ഇതുപോലെ ഗമ്മ് തേച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കി ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇതിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ട് ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ബാക്കിയുള്ള പീസൊക്കെ മുറിച്ച് മാറ്റി കൊടുക്കാട്ടോ. ഇനി ഇത് മടക്കി ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് സൈഡൊക്കെ ഒന്ന് മുറിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പൊ ഇവിടെ നമുക്കിതാ ഒരു പോക്കറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ബോർഡർ ആണ് ചെയ്ത് കൊടുക്കുന്നത്. ബോർഡർ ചെയ്ത് കൊടുക്കാനായിട്ട് റോപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിന്റെ സെന്ററിലായിട്ട് നമുക്കൊരു ഫ്ലവർ വെച്ചു കൊടുക്കാം. ഇനി അതിന്റെ സെന്ററിൽ ഒരു മുത്തൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് ഇത് ഹാങ്ങിങ് ചെയ്ത് വെക്കാനുള്ള ഒരു റോപ്പ് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വെച്ചു കൊടുക്കാം. ഞാൻ എന്റെ കയ്യിൽ അപ്പം എന്തൊക്കെയാണ് കിട്ടിയത് അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോനെ കുറിച്ചിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ എന്തായാലും പറയണം. നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന വസ്തുക്കൾ കൊണ്ടൊക്കെ നമുക്ക് അടിപൊളി മനോഹരമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും.